ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുവാണല്ലോ ഈ മാസം ജൂൺ മാസം 30-ാം തീയതി. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ജോബ് പ്രൊഫൈൽ. നമ്മൾ കഴിഞ്ഞ 4-5 മാസം മുന്നേ നമ്മൾ ഒരു സീരീസൊക്കെ സ്റ്റാർട്ട് ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വർഷം. അതായത് ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നൊരു സീരീസ്. അതിൽ നമ്മൾ ട്രേഡ്സ്മാൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, അതേപോലെ AE, PWD അങ്ങനെയുള്ള കുറേ പ്രൊഫൈലിലൊക്കെ നമ്മളെന്താ ജോബ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് ഇതെന്താ നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചേക്കുന്നത് അല്ലേ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അതേ രീതിയിലൊക്കെ അവിടെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്കവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ മെയിനായിട്ട് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ടെക്നിക്കൽ ഹൈസ്കൂള്, പിന്നെ എന്താ പോളി ഉണ്ട്, പിന്നെ എൻജിനീയറിംഗ് കോളേജസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഇവരുടെ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹാൻഡ് ബുക്കിലുള്ള ഡ്യൂട്ടീസാണ് നമ്മളിപ്പം പറയുന്നുണ്ടാവാം. ഓക്കെ, ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഹാൻഡ് ബുക്ക് ഉണ്ട്. ആ ഒരു ഹാൻഡ് ബുക്കിൽ ഉള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസാണ് നമ്മൾ പറയുന്നത്. അത് ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ടെക്നിക്കൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ പോളീസിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വരുമ്പം അതിൻ്റേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ചെറിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക, വലിയ രീതിയിലൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല. അത് ചെറിയ രീതിയിലൊക്കെ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മളിപ്പം പറയുന്നത് ഈ ആ ഒരു ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം ടെക്നിക്കൽ ഹൈസ്കൂളാണെങ്കിൽ അത് നിങ്ങൾ എന്താ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നുണ്ടാവും. അതേപോലെ പോളിയിലാണെങ്കിലോ ഡെമോൺസ്ട്രേറ്റർ എന്ന രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലോ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. അതിൽ എഞ്ചിനീയറിംഗ് കോളേജിലാകുമ്പോൾ അവിടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഉണ്ടാവും അല്ലേ. നേരെ പ്രൊമോഷനായിട്ട് പോകുന്നുണ്ടോ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചെറിയ എന്താ പറയുക അവിടെ വരുമ്പം ആ ഒരു ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്തിരിക്കുന്നത് അവിടെ കൺസേൺഡ് ആയിട്ട് എല്ലാ നമ്മളെ ഒരു HOD ലെവൽ എന്ന് പറയുന്നില്ലേ ആ ഒരു രീതിയിലുള്ള പോസ്റ്റിംഗ് വരുന്നുണ്ടാവുക. ഓക്കെ, അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ പറയണ്ടേ ഓരോരോ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കോമൺ ആയിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുമ്പോഴെന്താ അതിൻ്റേതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിലിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈമറി ഓണർഷിപ്പ് ഏരിയ എന്നൊക്കെ നമ്മളവിടെ പറയുമ്പം മെയിനായിട്ട് എന്താ നമ്മുടെ ചാർജ് ഓഫ് ദി കൺസേൺഡ് വർക്ക്ഷോപ്പ് സെക്ഷൻ. അതായത് നമുക്ക് ഈ കൺസേൺഡ് വർക്ക്ഷോപ്പ് നമുക്ക് ചിലപ്പം ഇപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആകുമ്പോൾ നമുക്കവിടെ ടെക്നിക്കൽ ഹൈസ്കൂളാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ആ ഒരു കൺസേൺഡ് വർക്ക്ഷോപ്പ് സെക്ഷൻ നമുക്കവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജാണ് നമുക്കവിടെ വരുന്നുണ്ടാവുക. ഇതിലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ഇലക്ട്രിക്കലിൻ്റെ മാത്രമല്ല, സിവിലിൻ്റെ വന്നു, ECൻ്റെ വന്നു, മെക്കിൻ്റെ വന്നു, എല്ലാവരുടെയും കൂടി കോമൺ ആയിട്ടാണ് നമ്മൾ പറയുന്നുണ്ടാവുക. ഇത് ഇന്നതുപോലെ ഓരോ ബ്രാഞ്ചിനും ഓരോന്നെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സർവേ നടത്തുവാണ്, ഇപ്പോൾ സിവിൽ ഡേയ്സ് സർവേ, അപ്പോൾ അവിടെ ലെവലിങ്ങിൽ നടത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ ഇപ്പോൾ മെക്കാനിക്കലാകുമ്പോൾ വേറെ രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ഇത് കോമൺ ആയിട്ടുള്ള ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതുകൂടാണ് ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കൽ ഹൈസ്കൂളോ അല്ലെങ്കിൽ പോളിയിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ചാർജ് ഓഫ് ദി കൺസേൺഡ് പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ ആൻഡ് കൺസ്യൂമബിൾസ്. മെഷീനറി എന്ന് പറയുക പറയുമ്പോൾ നമ്മളെ ടെക്നിക്കലിൽ ഇലക്ട്രിക്കലിൽ വേണമെങ്കിൽ വരാം അല്ലേ. ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ പറയാം ചാർജ് ഓഫ് ദി പ്ലാന്റ് അല്ലെങ്കിൽ ചാർജ് ഓഫ് ദി മെഷീനറി, അതിൽ ഫർണിച്ചർ, അതേപോലെ കൺസ്യൂമബിൾസ്. പിന്നെ ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് ഫോർ ദി പ്രാക്ടിക്കൽ ലേണിംഗ്. ഓക്കെ, ഇപ്പോൾ ലാബിൽ അല്ലെങ്കിൽ മെഷീൻസ് ലാബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ മെയിൻ്റനൻസ് ഓഫ് അറ്റൻഡൻസ്, മാർക്സ്, സ്റ്റോർസ് ആൻഡ് ഇന്ത്യൻ റെക്കോർഡ്സ്. ഈ മെയിൻ്റനൻസ് ഓഫ് അറ്റൻഡൻസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ടെക്നിക്കൽ ഹൈസ്കൂളിലായിരിക്കും അത് അപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക, എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലിക്കബിൾ ആവണമെന്നില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ പറയണ്ടത് ഇത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും എന്താ വ്യത്യാസമായിരിക്കും. അതായത് ടെക്നിക്കൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പോളി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ വരാം. പിന്നെ അവിടെ എക്സ്പെക്റ്റഡ് വർക്ക് സ്റ്റൈലാണ് പറഞ്ഞേക്കുന്നത്. അതായത് സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് പ്രോസസ് ഓറിയൻറ്റഡ് വർക്ക്ഷോപ്പ് കണ്ടക്ട്, അതേപോലെ ഓർഗനൈസ്ഡ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് സ്റ്റോക്ക് മൂവ്മെൻറ്റ്, പിന്നെ സ്റ്റുഡൻറ്റ് ഫോക്കസ്ഡ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഇത് നമുക്കൊന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ ഇവാലുവേഷൻ അറ്റൻഡൻസിൽ വരുന്നത് ഇൻസ്ട്രക്ടിങ് ദ സ്റ്റുഡൻസ്, പിന്നെ വാല്യുവേഷൻ ഓഫ് മോഡൽസ് ആൻഡ് മാർക്ക് രജിസ്റ്റർ മെയിൻ്റനൻസ്. അതായത് നമുക്കിപ്പോൾ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻ്റ് ആയിരിക്കും. നമുക്കൊരു മെഷീൻസ് ലാബ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ നമ്മളവിടെ സർക്യൂട്ടിൻ്റെ കാര്യം അല്ലേ, അതാ പറഞ്ഞത്. അത് ഓരോ ഇതിലും ഓരോ രീതിയിലാണ് ഉണ്ടാവുക.
അപ്പോൾ ചിലപ്പോൾ സിവിലാകുമ്പോൾ നമ്മൾ അവിടെ ലെവലിംഗ് നടത്തുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക, അല്ല ആ ഒരു എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ലെവൽ നോക്കുമ്പോൾ അതാ പറഞ്ഞത്, അത് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വാല്യുവേഷൻ ഓഫ് മോഡൽസ്, അതേപോലെ മാർക്ക് രജിസ്റ്റർ മെയിൻ്റനൻസ്, അസസ് ദ സ്റ്റുഡൻറ്റ് മോഡൽസ് ഓഫ് പ്രാക്ടിക്കൽ ഔട്ട്പുട്ട്സ് ആൻഡ് റെക്കോർഡ് ദ മാർക്സ് അക്യുറേറ്റ്ലി ഫോർ ദി അക്കാഡമിക് ട്രാക്കിംഗ്. പിന്നെ മാർക്കിംഗ് സ്റ്റുഡൻറ്റ് അറ്റൻഡൻസ്, സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് നമ്മളവിടെ മാർക്ക് ചെയ്യാം. പിന്നെ അവിടെ പ്ലാൻ മെഷീനറി എക്യുപ്മെൻറ്റ് അപ്കീപ്പ്, അതായത് നമുക്ക് അവിടെ മെഷീനറി നമുക്ക് എന്താ കൃത്യമായിട്ട് നമ്മളാണത് നോക്കേണ്ടി വരും. അതായത് ചാർജ് ഓഫ് ദി കൺസേൺ സെക്ഷൻ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ചാർജ് ഓഫ് ദി പ്ലാന്റ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ, അതുപോലെ മെയിൻ്റനൻസ് ആൻഡ് അപ്കീപ്പ് ഓഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ സപ്പോർട്ട് ആസ് ഡയറക്റ്റഡ്. ഓക്കെ, പിന്നെയോ കൺസ്യൂമബിൾ കൺട്രോൾ ആൻഡ് ഡോക്യുമെൻറ്റേഷനിൽ നമുക്കുണ്ട് പർച്ചേസ് ലിസ്റ്റ് പ്രിപ്പറേഷൻ, എന്തെങ്കിലും പർച്ചേസ് ലിസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക. കൺസെപ്ഷൻ ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്, പിന്നെ സ്റ്റോർ രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡൻറ്റ് ബുക്സ്, പിന്നെ ചാർജ് ഓഫ് കൺസ്യൂമബിൾസ്. ഓക്കെ, മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 11 പോയിൻ്റാണ് നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹാൻഡ് ബുക്കിൽ ഉള്ളത്. നിങ്ങൾക്കിത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡ് ബുക്കിൽ 11 പോയിൻറ്റുകളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ നിങ്ങളത് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ചസ് വരാം, ഹൈസ്കൂൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ പോളി, അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ വരാം. പിന്നെ ഈ ഒരു ഹാൻഡ് ബുക്കിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അപ്ഡേറ്റഡ് അല്ല. ഓക്കെ, അപ്ഡേറ്റഡ് അല്ല. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് മുന്നത്തെ കുറേ പഴയ 10 വർഷം 15 വർഷത്തിനൊക്കെ മുന്നേ ഇല്ല ഡാറ്റയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് ആ ഒരു ഹാൻഡ് ബുക്കിൽ ഇംപ്ലിമെൻ്റ് ആക്കിയില്ലാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഇതിൽ കിട്ടുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ പ്രൊഫഷണൽ വർക്ക് മോഡൽ എന്നുള്ള രീതിയിലൊന്ന് ആഡ് ആക്കിയത്, അതായത് സേഫ്റ്റി ഉണ്ടാവണം, പിന്നെ നമുക്കവിടെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം, പിന്നെ അസറ്റ് കെയർ, അതായത് നമ്മുടെ മെഷീൻസ് അതുപോലെ ടൂൾസിനൊക്കെ നമുക്കത് കെയർ ചെയ്യണം. നമുക്കതിൻ്റെ കൺസേൺ സെക്ഷൻ്റെ ചാർജ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പം രജിസ്റ്റേഴ്സ്, അതുപോലെ അറ്റൻഡൻസ്, അതുപോലെ മാർക്സ്, അതൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ചിലപ്പോൾ കോർഡിനേഷനൊന്നും നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ സപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ വർക്ക് അണ്ടർ ദി വർക്ക്ഷോപ്പ് ഫോർമാൻ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.